ഫെയ്ത്ത് ടുഡേയുടെ ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ സ്വാഗതം പറയുകയാണ്. യേശുവിൻ്റെ കൂടെ നാം ആരാണ്? ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നമ്മുടെ കൂട്ടത്തിനകത്ത് കത്തോലിക്കരുണ്ട്, യാക്കോബക്കാരുണ്ട്, ബാക്കി പ്രൊട്ടസ്റ്റന്റുകാരുണ്ട്. യാക്കോബക്കാർ പ്രൊട്ടസ്റ്റന്റുകാരല്ല. കത്തോലിക്കരും യാക്കോബാരും കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവരൊക്കെയാണ് പ്രൊട്ടസ്റ്റന്റ്. ഒരു ഉപദേശത്തിൻ്റെ ഒരു 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 ചുറ്റളവ് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ കേട്ടോ. ആരെയും കുറ്റം പറയുകയല്ല. എനിക്ക് എല്ലാവരോടും സ്നേഹമാണ്. എല്ലാവരും അനുഗ്രഹം പ്രാപിക്കണം. എല്ലാവരുടെയും സഭകളിൽ ഉണർവുണ്ടാകണം. കൂട്ടമായിട്ട് മാനസാന്തരം ഉണ്ടാകണം. ദൈവത്തിനായിട്ട് ജീവിക്കാൻ തീരുമാനം ഉണ്ടാകണം. ഇതെൻ്റെ ആഗ്രഹമാണ്. യേശുവിൻ്റെ കൂടെ നാം വചനം പഠിക്കാൻ ഒന്നിച്ചു വരുന്നവരാണ്. എല്ലാ തിങ്കളാഴ്ചയും 60 മിനിറ്റ് നമ്മൾ മാറ്റിവെക്കും. എന്തിന്? ദൈവത്തിൻ്റെ വചനം പഠിക്കുവാനും ആ വചനത്തിനനുസരിച്ച് നമ്മുടെ ജീവിതം ക്രമീകരിക്കുവാനുമായിട്ട്. 4 ഭാഗങ്ങളാണുള്ളത്. ഒന്നാമത്തെ ഭാഗം ഒരു പ്രാർത്ഥന, 2 ഒരു നല്ല ആരാധന. നല്ല ടീമായിരുന്നു കേട്ടോ, നല്ലതുപോലെ ആരാധിച്ചു. ഞാനങ്ങ് സന്തോഷിച്ചു പോയി, ഞാൻ നൃത്തം ചെയ്തു പോയി. ഹല്ലേലൂയ. രണ്ടാമത്തെ ഭാഗം ഒരു കോട്ടബിൾ കോട്ട്, ഉദ്ധരിക്കാൻ കൊള്ളാവുന്ന ഒരു ഉദ്ധരണി. പറഞ്ഞത് ഡെറിക് പ്രിൻസ് ആണ്. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു: ഈച്ച് ബിലീവർ ഹാസ് സം യുണീക്ക് ആസ്പെക്ട്സ് ഓഫ് ഗോഡ്സ് വിസ്ഡം ടു റിവീൽ ടു ദ വേൾഡ് ആൻഡ് ഹി റിവീൽസ് ഇറ്റ് ബൈ ഹിസ് ടെസ്റ്റിമണി. മലയാളത്തിൽ പറയട്ടെ, ഓരോ വിശ്വാസിക്കും ലോകത്തിന് കാണിച്ചു കൊടുക്കുവാനുള്ള ചില പ്രത്യേകതയുള്ള വശങ്ങളുണ്ട്, ആസ്പെക്ട്സ്. ആ വിശ്വാസി അത് താൻ ജീവിച്ചതിൻ്റെ സാക്ഷ്യത്തിലൂടെ ലോകത്തിന് വെളിപ്പെടുത്തണം. അത് ആ വിശ്വാസിയുടെ ചുമതലയാണ് കേട്ടോ, വെളിപ്പെടുത്തുക എന്നുള്ളത്. ഹല്ലേലൂയ. ഭാഗം 3, വചനം പഠിക്കുവാനായിട്ട്. കഴിഞ്ഞ ആഴ്ച ഞാൻ വന്നപ്പോൾ ഞാൻ 14 ഗുണവിശേഷങ്ങൾ പറഞ്ഞു. ഒരു ക്രിസ്തീയ ലീഡറിൻ്റെ അതിപ്രധാനമായ 14 ഗുണവിശേഷങ്ങൾ. അതിനകത്ത് 7 എണ്ണം ഞാൻ പറഞ്ഞു. വേഗത്തിൽ പറഞ്ഞിട്ട് അടുത്ത 7 എണ്ണം ഇന്ന് സംസാരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. 1, സെൽഫ് മാനേജ്മെന്റ് ഉണ്ടായിരിക്കണം. സെൽഫ് മാനേജ്മെന്റ്, സ്വയം നിയന്ത്രണം, സ്വയഭരണം, സമയത്തിനകത്ത് പണം, ഡിസിപ്ലിൻ. ഒരു ഡിസിപ്ലിൻ, സെൽഫ് മാനേജ്മെന്റ്. അവൻ്റെ പ്രശ്നം, അവൻ്റെ മറ്റുള്ളവരെ എല്ലാത്തിനകത്തും ഒരു സെൽഫ് ഡിസിപ്ലിൻ, സെൽഫ് മാനേജ്മെന്റ് ഉണ്ടായിരിക്കണം. ഒരു ലീഡറാണോ, നിങ്ങൾക്ക് സെൽഫ് മാനേജ്മെന്റും സെൽഫ് ഡിസിപ്ലിനും ഉണ്ടായിരിക്കട്ടെ. 2, ദർശനമുള്ളവരായിരിക്കണം. ഈ വർഷത്തേക്ക് എന്താണ് ദർശനം? അടുത്ത വർഷത്തേക്ക് എന്താണ് ദർശനം? അടുത്ത 5 വർഷത്തേക്ക് എന്താണ് ദർശനം? ഒരു ദർശനമുള്ളവരായിരിക്കണം. അതാരായിരുന്നാലും, പാസ്റ്ററാകാം, ബിഷപ്പാകാം, വീട്ടുകാരനായിരിക്കാം, മൂത്ത ജ്യേഷ്ഠനായിരിക്കാം. എന്താണ് നിങ്ങളുടെ ദർശനം? നിങ്ങൾക്കൊരു ദർശനം വേണം. ഞാൻ എൻ്റെ ഈ വർഷത്തെ ദർശനം മുഴുവൻ എഴുതി വെച്ചിരിക്കുകയാണ്. അടുത്ത വർഷത്തെ മിക്കവാറും എല്ലാം എഴുതി കഴിഞ്ഞിരിക്കുകയാണ്, പ്രധാനപ്പെട്ടതൊക്കെ. 2025 2026 പ്രധാനപ്പെട്ട പ്രോഗ്രാമൊക്കെ എഴുതി വെച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ പ്രസംഗിക്കുക മാത്രമല്ല, ഞാനത് പ്രായോഗികമാക്കുന്ന മനുഷ്യനാണ്. 3, എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. ഒരു ലീഡർ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷനുള്ള മനുഷ്യനായിരിക്കണം. സ്വന്തം ആവശ്യം മറ്റുള്ളവരിലേക്ക്, സഭയിൽ, വീട്ടിൽ, സമൂഹത്തിൽ കൊടുക്കുന്ന മനുഷ്യനായിരിക്കണം. എൻ്റെ ആശയം മറ്റുള്ളവരുമായിട്ട് സംസാരിച്ച് അത് നമ്മുടെ ആശയമായിട്ട് മാറണം. അതാണ് രാഷ്ട്രീയക്കാർ ചെയ്യുന്നത്. അതായിരിക്കണം വീട്ടുകാരൻ്റെയും ദർശനം, എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. 4, റെസ്പോൺസിബിലിറ്റി, ചുമതല. സ്വയം ചെയ്യാനുള്ള ചുമതല നന്നായിട്ട് ചെയ്യണം. ബാക്കിയുള്ളവരും അത് കണ്ടുപഠിക്കും. പറഞ്ഞാൽ കേൾക്കത്തില്ല, അത് കണ്ടുപഠിക്കും. രാവിലെ എഴുന്നേക്കണമെന്ന് പറഞ്ഞാൽ അപ്പൻ എഴുന്നേറ്റ് കഴിയുമ്പോൾ ബാക്കിയുള്ളവർ എഴുന്നേക്കാൻ പഠിക്കും. അവരുടെ യൗവനകാലത്ത് ചെയ്തില്ലെങ്കിലും പ്രായമായി വരുമ്പോൾ അവരത് ചെയ്തിരിക്കും. 5, റെസിലൻസ്. അതിന് മലയാളം ഞാൻ കഴിഞ്ഞ പ്രാവശ്യവും ശ്രദ്ധിച്ചിട്ട് കിട്ടിയില്ല. മലയാളത്തിൽ ഇങ്ങനെ പറഞ്ഞാൽ, മനോമാന്ദ്യത്തിൽ നിന്നും പൂർവ്വസ്ഥിതിയിലാകുവാനുള്ള കഴിവ് എന്ന് പറഞ്ഞാൽ, ഒരു റബ്ബർ നമ്മളിങ്ങനെ എടുത്ത് വലിച്ചു കഴിഞ്ഞാൽ അത് വിടാമെങ്കിൽ അത് പൂർവ്വസ്ഥിതിയിലാകുന്നത് പോലെ റെസിലൻസ് ഉണ്ടാകുക. നമ്മൾ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ പരാജയം വന്നെന്ന് വരാം, നിരാശ വന്നെന്ന് വരാം. പക്ഷെ പെട്ടെന്ന് തന്നെ ചടകുടഞ്ഞ് എഴുന്നേറ്റ് നമ്മൾ പൂർവ്വസ്ഥിതിയിൽ ആയിത്തീരണം. വീണിടത്ത് കിടക്കുകയല്ല, എഴുന്നേറ്റ് പൂർവ്വസ്ഥിതിയിൽ എത്തിച്ചേരണം. അതൊരു വലിയ ലീഡറിനുള്ള വലിയ കഴിവാണ്. 6, ഹോണസ്റ്റി, സത്യസന്ധതയായിരിക്കണം. പറയുന്നത് സത്യസന്ധത. ഇനി പറയുന്നത് കേട്ടാണ്, ഒരപ്പച്ചൻ കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ മക്കൾ പിന്നെ ഒരിക്കലും വിശ്വസിക്കത്തില്ല. ഒരു പാസ്റ്റർ കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ളവർ പറയും, ആർക്കറിയാം, അയാൾ പണ്ടും കള്ളം പറഞ്ഞിട്ടുണ്ടെന്ന് പറയും. എനിക്കൊരു വാശിയുണ്ട്, എൻ്റെ കൂടെയുള്ളവർ പറയരുത് അങ്കിള് കള്ളം പറഞ്ഞു. എവിടെയെങ്കിലും എനിക്ക് തെറ്റുപറ്റി ഞാൻ പറയുകയോ, ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയതാണ്.
അതുകൊണ്ട് സത്യസന്ധതയുള്ളതായിരിക്കണം നിങ്ങളുടെ സംസാരത്തിനകത്ത്, നിങ്ങളുടെ പെരുമാറ്റത്തിനകത്ത്. ഏഴാമത്തെ കാര്യം ഡിസിസീവ്നെസ് എന്ന് പറഞ്ഞാൽ തീരുമാനമെടുക്കുവാനുള്ള കഴിവുണ്ടായിരിക്കണം ഒരു ലീഡറിന്. ചിന്തിക്കാനൊന്നും സമയം കിട്ടത്തില്ല, പെട്ടെന്നായിരിക്കും തീരുമാനം എടുക്കേണ്ടത്. ഒരാൾ കയറി വരുന്നു, എന്തിനാ വരുന്നേ? പെട്ടെന്ന് ചിന്തിക്കാൻ, തീരുമാനമെടുക്കാൻ. ഇന്ന് ബാക്കി 7 കാര്യങ്ങളൂടെ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. എട്ടാമത്തെ കാര്യം ഇൻസ്പിറേഷൻ. അയാളൊരു പ്രചോദനം കൊടുക്കുന്ന മനുഷ്യനായിരിക്കണം, ഒരാവേശം കൊടുക്കുന്ന മനുഷ്യനായിരിക്കണം. ഇൻസ്പിറേഷൻ, ആവേശം കൊടുക്കുന്ന മനുഷ്യനാണ്. ഇത് അത്യാവശ്യമാണ്. ഇത് പുറമേ ഉള്ളതായിരിക്കരുത് കേട്ടോ. ഒരിക്കൽ ഞങ്ങൾ കട്രായിലായിരിക്കുന്ന സമയത്ത് ഒരാൾ ഞങ്ങളുടെ അവിടെ വന്നു. വൈകുന്നേരത്തെ മീറ്റിങ്ങിന് ഞാൻ കൊണ്ടുപോയി. അന്ന് ഞങ്ങൾ ഒരു മുറി താമസിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് എല്ലാവരും കൂടെ ഒന്നിച്ചാണ് കിടക്കുന്നത്. അദ്ദേഹം പ്രസംഗിച്ചോ പറഞ്ഞു, എനിക്ക് മരിക്കാൻ ഒരു ശകലം പോലും ഭയമില്ല. അതിൽ ഒന്നാന്തരം പ്രസംഗമായിരുന്നു. പക്ഷെ അടുത്ത ദിവസം രാവിലെ ബസ് കയറാൻ പോകും, ഞാൻ ഇതുവഴി പോകത്തില്ല, അവിടെ വലിയ അപകടമാണ്. മരിക്കാൻ ഞങ്ങളെല്ലാവരും ചിരിച്ചു. മരിക്കാൻ ഭയമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞു വെച്ചാൽ പിന്നെ അദ്ദേഹം ചുറ്റിക്കറങ്ങിയാണ് പോയത്. ബസ് കയറി നേരെയുള്ള ബസ്സിനകത്ത് പോകാൻ പേടിയായിരുന്നു, കാരണം പർവ്വതം ഇടിഞ്ഞു വീണുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അത് തലേന്ന് പറഞ്ഞതിൻ്റെ അടുത്ത ദിവസം വേണ്ടായിരുന്നു, അല്ലേ? അപ്പോൾ നമ്മുടെ സംസാരം കേൾക്കുന്നവർക്ക് ഒരു ഇൻസ്പിറേഷൻ കൊടുക്കണം. ഇത് അതിപ്രധാനമായ ഗുണവിശേഷമാണ്. സ്വയം വിശ്വാസം ഉണ്ടാകണം. ഹല്ലേലൂയ. അത് കേൾക്കുമ്പോൾ മറ്റുള്ളവർക്ക് മനസ്സിലാവണം, അങ്ങനെയാണെങ്കിൽ എനിക്കും ഇദ്ദേഹത്തെ പോലെ ഒരു സ്വയവിശ്വാസമുള്ള വ്യക്തിയായി തീരാം. എഫെസ്യർക്ക് ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ ഞാൻ വായിക്കട്ടെ. 5:1-2. ആകയാൽ പ്രിയമക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പീൻ. ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടപ്പീൻ. ദുർനടപ്പും യാതൊരു അശുദ്ധിയും അത്യാഗ്രഹവും നിങ്ങളുടെ ഇടയിൽ പേര് പോലും പറയരുത്. മാതൃകയുള്ള യേശുവിനെ പിൻപറ്റണം. അപ്പോസ്തലന്മാരെ പോലും എല്ലാവരെയും നമുക്ക് പിൻപറ്റാൻ ഒക്കത്തില്ല. പൗലോസിനെ പിൻപറ്റാം, ബാക്കിയുള്ളവരെയൊക്കെ അവരുടെ എല്ലാം ജീവിതത്തിനകത്ത് നമ്മളെ പോലാണ്. അവർക്കും ബലഹീനത ഉണ്ടായിരുന്നു. പക്ഷെ യേശു ആയിരിക്കണം നമ്മുടെ മാതൃക. അവനെ പോലെ ആയിരിക്കണം. യേശുവിനെ നോക്കിയാൽ ആർക്കാ പ്രചോദനം വരാത്തത്? പൗലോസിനെ നോക്കിക്കഴിഞ്ഞാൽ ആർക്കാണ് പ്രചോദനം വരാത്തത്? ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മളുടെ കൂടെയുള്ളവർക്ക് ഒരു പ്രചോദനം, ഇൻസ്പിറേഷൻ കൊടുക്കുവാൻ തക്കവണ്ണം ഓടണം. അബ്രഹാം 318 പേരുമായിട്ട് യുദ്ധത്തിന് പോയി. കൂടെ ഉള്ളവരാരെങ്കിലും പോകും? ഒരാട്ടിടയന്മാരാണ്. 5 രാജാക്കന്മാർക്ക് യുദ്ധം ചെയ്യാൻ. എന്താ കാര്യം? അബ്രഹാം പറഞ്ഞു, വരണ്ട നമുക്ക് പോകാം. അവരെ അയക്കുകയായിരുന്നില്ല, മുമ്പേ നടന്നു. ദാവീദും കാശിന് കൊള്ളാത്ത 600 പേരും കൂടെ ഒരു രാജ്യം കെട്ടിപ്പടുത്തു. കാശിന് കൊള്ളാത്ത 600 പേരുമായിട്ട്. എന്താ കാര്യം? ദാവീദ് മുമ്പിൽ നിന്നുകൊണ്ട് പറഞ്ഞു കാണാം. ഹല്ലേലൂയ. പൗലോസ് ചെല്ലുന്നിടത്തെല്ലാം ഓരോ കൂട്ടത്തെ ഉണ്ടാക്കി. എന്താ കാര്യം? ഇദ്ദേഹം എഴുന്നേറ്റുകൊണ്ട് സുവിശേഷം പ്രസംഗിച്ചതാണ്. ഞാനും നിങ്ങളും ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കണം. നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളൊരു ഇൻസ്പിറേഷൻ ആയിരിക്കണം. നിങ്ങളുടെ സഭയിലെ വിശ്വാസികൾക്ക് നിങ്ങളൊരു ഇൻസ്പിറേഷൻ ആയിരിക്കണം. 9-ാമത്തെ കാര്യം ഒരു അഡാപ്റ്റബിലിറ്റി ഉണ്ടായിരിക്കണം. എന്ന് പറഞ്ഞാൽ പരിതസ്ഥിതികളോട് പൊരുത്തപ്പെടാൻ കഴിയണം. നമ്മുടെ ആ സാഹചര്യത്തോട്. KFC എന്ന് പറഞ്ഞ ഒരു ചിക്കൻ ഉണ്ടല്ലോ, അല്ലെ? കോഴിയിറച്ചി വറുത്തത്. ഇന്ത്യയിലെ അല്ല സിംഗപ്പൂരിലെ അല്ല അമേരിക്കയിലെ അല്ല ജർമ്മനിയിലെ. ഓരോ സാഹചര്യത്തിനും അനുസരിച്ച് അവരെ ആ ചിക്കൻ ഫ്രൈ മാറ്റിയെടുക്കുന്നു. അതുപോലെ കൊക്കോക്കോല. ഇവിടുത്തെ കൊക്കോക്കോല അല്ല അമേരിക്കയിലെ കൊക്കോക്കോല. അതിൻ്റെ ടേസ്റ്റ് വളരെ വ്യത്യാസമാണ്. അതുപോലെ നമ്മളും ആക്കി തരണം. ഞങ്ങൾ കട്രായിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തീരുമാനമെടുത്തു, ഞങ്ങൾ മുണ്ടുടുക്കത്തിൽ തുണിയില അടക്കുമെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. പിന്നെയോ പാൻറ്റിടും. കാരണം അവിടെ ഉള്ളവർക്ക് ആർക്കും മുണ്ടുടുക്കുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞങ്ങൾ പൈജാമ തയ്പ്പിച്ചു. പൈജാമ ഇട്ടുകൊണ്ട് നടക്കാൻ തുടങ്ങി. ലില്ലി പഞ്ചാബി ചൂടിദാറിലേക്ക് മാറി. അന്ന് കേരളത്തിലാരും ചൂടിദാറിടാത്ത കാലമാണ്. എങ്കിലും ലില്ലി ചൂടിദാർ ഇട്ടു. കാരണം അവരെ പോലെ ആയിത്തീർന്നു. ഒരു അഡാപ്റ്റബിലിറ്റി ഉണ്ടായിരിക്കണം. നിങ്ങൾ എവിടെയാണോ താമസിക്കുന്നത്, തമിഴ്നാട്ടിലാണോ, അഡാപ്റ്റബിലിറ്റി ഉണ്ടായിരിക്കണം. പഞ്ചാബിലാണോ, ഒരു അഡാപ്റ്റബിലിറ്റി ഉണ്ടായിരിക്കണം. ബീഹാറിലാണോ, ഒരു അഡാപ്റ്റബിലിറ്റി ഉണ്ടായിരിക്കണം. നിങ്ങൾ താമസിക്കുന്നത് ഒരു താഴ്ന്ന ജാതിക്കാരൻ, ജാതി പറയുകയല്ല കേട്ടോ, അവരുടെ ആണെങ്കിൽ അവരെ പോലെയൊക്കെ ആകാൻ ശ്രമിക്കണം. 1 കൊരിന്ത്യർ എടുത്തോട്ടെ. 1 കൊരിന്ത്യർ 9-ാം അധ്യായത്തിന്റെ 29-ാമത്തെ വാക്യം. ദൈവമേ, 9-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം.
ദൈവത്തിന് ന്യായപ്രമാണം ഇല്ലാത്തവൻ ആകാതെ ദൈവത്തിന് ന്യായപ്രമാണം ഇല്ലാത്തവനാകാതെ ക്രിസ്തുവിന് ന്യായപ്രമാണമുള്ളവനായിരിക്കാം. ന്യായപ്രമാണം ഇല്ലാത്തവരെ നേടേണ്ടതിന് ഞാൻ ന്യായപ്രമാണം ഇല്ലാത്തവർക്ക് ന്യായപ്രമാണം ഇല്ലാത്തവനെ പോലെയായി. ബലഹീനന്മാരെ നേടേണ്ടതിന് ഞാൻ ബലഹീനന്മാർക്ക് ബലഹീനനായി. ഏത് രീതിയിലും ചിലരെ രക്ഷിക്കേണ്ടതിന് ഞാൻ എല്ലാവർക്കും എല്ലാമായി തീർന്നു. നമുക്കൊരു അഡാപ്റ്റബിലിറ്റി ഉണ്ടായിരിക്കണം. നമ്മൾ അവരെ പോലെയാകണം. എൻ്റെ കൂടെ ഒരു EJ ജോണി ഇടുക്കിയിൽ നിന്ന് വന്നാണ് പ്രവർത്തിക്കാനായിട്ട്. അദ്ദേഹത്തെ പഞ്ചാബിൽ ഞാൻ സുവിശേഷ വേലയ്ക്കായിട്ട് അയച്ചു. ചിലപ്പോൾ ലൈനിൽ കാണും. അദ്ദേഹം അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഒരു കാര്യം മനസ്സിലാക്കി. ഇവിടെ ഉള്ളവരെ ആർക്കും സാമ്പാർ ഇഷ്ടമല്ല, രസം ഇഷ്ടമല്ല. അദ്ദേഹം ഒരു തീരുമാനമെടുത്തു, ഞാൻ കൈലി ഉടുക്കത്തില്ല. എന്നിൽ നിന്ന് പഠിച്ചതാണ്. പഞ്ചാബികളെ പോലെ ഞാൻ പയ്യാമ ഇടും. അദ്ദേഹത്തിൻ്റെ മക്കൾ ഞാൻ കണ്ടതാ, പെൺപിള്ളേർ മറ്റുള്ളവരെ പോലെ പുരയിടത്തിൽ പോയി വെളിക്കിറങ്ങി കഴിഞ്ഞ് വെച്ച് കല്ലെടുത്തിട്ട്, വെള്ളം കൊണ്ടല്ല അവർ വൃത്തിയാക്കുന്നത്, കല്ലെടുത്തിട്ട് തുടയ്ക്കാൻ. ആ കുഞ്ഞുങ്ങൾ അതുപോലെ ചെയ്തു. ജോണി ബ്രദർ അതുപോലെ തീരുമാനിച്ചു, ഞാൻ സാമ്പാർ ഉണ്ടാക്കത്തില്ല, രസം ഉണ്ടാക്കത്തില്ല. മലയാളിക്ക് സാമ്പാറും രസവും ഇല്ലാതെ ജീവിക്കാനുള്ളൂ. ജോണി ബ്രദർ ജീവിച്ചു. അതുകൊണ്ട് എന്ത് പറ്റി? നല്ല 3 സഭകൾ സ്ഥാപിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ പഞ്ചാബി പഠിക്കും, എനിക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല, അദ്ദേഹം വലിയ വിദ്യാഭ്യാസമില്ല. അദ്ദേഹം ഇപ്പോഴും വായിക്കുന്നത് ഇംഗ്ലീഷ് പത്രമാണ് വായിക്കുന്നത്. ഇംഗ്ലീഷ് സംസാരിക്കത്തില്ല, പക്ഷെ ഇംഗ്ലീഷ് പത്രമാണ്. നമ്മൾ അഡാപ്റ്റബിലിറ്റി ഉണ്ടായിരിക്കണം. കേരളത്തിൽ വന്ന മിഷണറിമാരെ നോക്കിയാൽ അറിയാം. ചില മിഷണറിമാർ വലിയ മിഷൻ ബംഗ്ലാവിൽ താമസിച്ചു, അവർ വലുതായിട്ടൊന്നും നേടിയില്ല. എന്നാൽ കാന്താരി മുളകും കപ്പ പുഴുങ്ങിയതും തിന്നവരെല്ലാവരും, കുക്ക് സാഹിബ് ഉദാഹരണത്തിന്, അവരെല്ലാം വളരെ ചലനങ്ങൾ ഉണ്ടാക്കി. നോയൽ സാഹിബ് വലിയ ചലനങ്ങൾ ഉണ്ടാക്കി. എന്താ കാര്യം? അവർ അഡാപ്റ്റബിലിറ്റി ഉള്ളവരായിരുന്നു. നാഗൽ സാഹിബ്, കുക്ക് സാഹിബ്, ഞങ്ങളോട് പ്രവർത്തിക്കാൻ വന്നൊരു സിസ്റ്റർ ആലീസ്, എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട്. വെളിക്കൽ ഓപ്പൺ എയറില്ല വെളിക്കിറങ്ങാൻ പോകുന്ന രാവിലെ ആ സ്ത്രീ മദാമ്മ. അവരങ്ങനെ ശീലിച്ചിട്ടുള്ളവരല്ല. ഒരു ദിവസം ഞങ്ങൾ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹം ആ സ്ത്രീ ചപ്പാത്തി കഴിക്കുക, ചപ്പാത്തിയിൽ ഈച്ച വന്നു. ഞാനന്ന് എന്തുവാ, ആ സ്ത്രീ ഒന്നും അറിയാത്തതുപോലെ ഇങ്ങനെ ഓടിച്ചിട്ട് കഴിച്ചു. അഡാപ്റ്റബിലിറ്റി ഞാൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും മഹതിയായ ഒരു സ്ത്രീ ആയിരുന്നു അത്. നമ്മളെല്ലാവരും അഡാപ്റ്റബിലിറ്റി ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അഡാപ്റ്റബിലിറ്റി ഉണ്ടായിരിക്കട്ടെ. ഞാൻ കാശ്മീരിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് പെണ്ണമ്മ സന്യാസിനി എന്ന് പറഞ്ഞ സഹോദരി ആൻറ്റി, അമ്മച്ചി, ഞങ്ങളോട് പ്രവർത്തിക്കാനായിട്ട് വന്നു. ഒരു പ്രൊജക്ടറും കൊണ്ടാവാതെ യേശു മെസ്സിയ ചരിത്രം ഒരു ഇംഗ്ലീഷിലാണ്. ആ സഹോദരി ആ സിനിമ കാണിച്ചും വെച്ച് സുവിശേഷം പ്രസംഗിക്കും. എനിക്കൊരു കാര്യം മനസ്സിലായി, സിനിമ വളരെ അസാധാരണമായ രീതിയിൽ ആളുകളെ സ്വാധീനിക്കുവാൻ കഴിയുന്ന ഒരു സാധനമാണ്. ഞാൻ ആ പ്രൊജക്ടറുമായിട്ട് നടന്നു 2 മാസം, 2-3 ആഴ്ച. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ക്യാമ്പസ് ക്രൂസൈഡിൽ നിന്ന് 12 പ്രൊജക്ടർ വാങ്ങിച്ചിട്ട് മെസ്സിയ ചരിത്രം എല്ലായിടത്തും കാണിച്ചു. അഡാപ്റ്റബിലിറ്റി ദൈവം കാണിച്ചു തരുന്നത് പോലെ. 10ാമത്തെ കാര്യം ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും പുതുതായിട്ടുള്ളത്. അപ്പോസ്തല പ്രവൃത്തി ചെയ്തത് മാത്രമേ ഞാൻ ചേട്ടൻ്റെയൊക്കെ ചോദിക്കുന്നു, അപ്പോസ്തല പ്രവൃത്തി എവിടെയെങ്കിലും ഉണ്ടോ? പുതിയ നിയമത്തിലുണ്ടോ? ഇല്ല. ആശീർവാദം പറയാൻ എവിടെയെങ്കിലും ബാക്കിയുണ്ടോ? ഞായറാഴ്ച രാവിലെ ആരാധിക്കാൻ പറഞ്ഞതുകൊണ്ട് നമ്മൾ അഡാപ്റ്റബിലിറ്റി എടുക്കുകയാണ്. ഞാൻ ഒരു പുതിയ തത്വമൊന്നും നിങ്ങളെ പഠിപ്പിക്കുകയല്ല. പിന്നെയോ നമ്മൾ എവിടെയാണോ ചെല്ലുന്നത്, അവിടെ ഗൾഫിൽ ചെന്ന് കഴിഞ്ഞാൽ എന്നാ ആരാധിക്കുന്നത്? വെള്ളിയാഴ്ച. ഞാൻ ഞായറാഴ്ച ആരാധിക്കത്തുള്ളൂ എന്താ അവരാരും പറയാത്തെ? ഇല്ല, നമ്മൾ അഡാപ്റ്റബിലിറ്റി എവിടെയാണോ ചെല്ലുന്നത്. ഹല്ലേലൂയ. 1976 ഞാൻ സിനിമയുമായിട്ട് നടന്ന് പ്രസംഗിച്ചു. 76 തീർന്നില്ല. ഞാൻ പറഞ്ഞില്ലേ 12 പ്രോജക്ടർ ഞാൻ വാങ്ങിച്ചു ക്യാമ്പസ് ക്രൂസൈഡിൽ നിന്ന്. ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് റിപ്പോർട്ട് തരാം. ദൈവം എൻ്റെ 12 സിനിമ തന്നു. മെസ്സിയ ചരിത്രം, ദയാസാഗർ. ഞാൻ എൻ്റെ 12 ലീഡർമാരെ പറഞ്ഞയച്ചു കൊടുത്തു. മിനി ക്രൂസൈഡ്, മുറ്റത്തെ യോഗം ഞാനാണ് ആദ്യം തുടങ്ങിയത്. ഡോക്ടർ KP യോഹന്നാൻ എന്തൊക്കെ പറഞ്ഞു. വർഗീസ് ബ്രദറെ, കേരളത്തിൽ ആരും ഇത് എന്തൊക്കെ പറയുന്നില്ല, അത് എല്ലാവർക്കും രൂപ കൊടുക്കുക. വർഗീസ് മാത്രമേ ഇത് പറയുന്നുള്ളൂ. മുറ്റത്തെ യോഗം ഞാൻ നടത്തിയത്. അതുകൊണ്ട് എന്ത് പറ്റിയെന്നറിയാമോ? 23,000 പേരെ ഒരൊറ്റ വർഷം ഞങ്ങൾ സ്നാനപ്പെടുത്തി. മാസയോഗം നടത്തി. നമ്മുടെ കേരളത്തിലെ മാസയോഗം പോലെയല്ല, സുവിശേഷ വേലക്കാർക്ക് മാസയോഗം. കൂടുതൽ വിശദീകരിക്കുന്നില്ല. എന്താണ്? അതൊരു ഓൺ ഗോയിങ് ബൈബിൾ ക്ലാസ് ആണ്. തിങ്കൾ, ചൊവ്വ, ബുധൻ 3 ദിവസത്തെ ബൈബിൾ ക്ലാസ്. അതുകൊണ്ട് അവർക്ക് ഇന്ന് നമുക്കെല്ലാം ഫോണിനകത്ത് കേൾക്കാം.
ഇന്ന് നമുക്ക് യൂട്യൂബിനകത്ത് കേൾക്കാം, ഇന്ന് നമുക്ക് ഇന്റർനെറ്റിനകത്ത് പോയി കേൾക്കാം. അന്ന് ഇതൊന്നുമില്ല. അതുകൊണ്ട് ഞങ്ങൾ തീരുമാനിച്ചു, ഓരോ സ്റ്റേറ്റിലും 3 ദിവസത്തെ ബൈബിൾ ക്ലാസ് ഉണ്ടായിരിക്കും, എല്ലാവരും സംബന്ധിച്ചിരിക്കണം. കണ്ടുപിടിച്ചു. നമ്മൾ എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റിവിറ്റി വേണ്ടി ചെയ്യണം. ദാവീദ് നൃത്തം ചെയ്തു. ഞങ്ങളും വടക്കേ ഇന്ത്യയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ നൃത്തം ചെയ്ത് ആരാധിക്കുവാൻ. ഞാൻ പറഞ്ഞ കൈകൊട്ടിക്കളിയല്ല, ആരാധിക്കുന്നത്, നൃത്തം ചെയ്തിട്ട് ആരാധിക്കുന്നത്. നമ്മൾ ക്രിയേറ്റീവ് ആയിരിക്കട്ടെ. പൗലോസ് ആറ്റരികത്ത് ആരാധന നടത്തി. അതുകൊണ്ട് നമ്മൾ നാളെ തൊട്ട് എല്ലാവരും ആറ്റുതീരത്തിന്. അതാണോ സാഹചര്യം? അങ്ങനെ ചെയ്യാം. 11ാമത്തെ കാര്യം, എമ്പതി ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? ചാറ്റ് ബോക്സിനകത്ത് ഇട്ടാട്ടെ, ഞാൻ മറുപടി പറയാൻ ശ്രമിക്കാം. എനിക്കറിയാവുന്നതുപോലെ. അറിയാൻ വയ്യെങ്കിൽ അറിഞ്ഞുകൂടാന്ന് പറയും. അല്ലെങ്കിൽ അടുത്ത ആഴ്ചയാണ് എനിക്ക് ആലോചിച്ചിട്ട് പറയാം. ഇവിടെ എൻ്റെ മുറിക്കകത്ത് 2 കിളിയുണ്ട് കേട്ടോ. അതാ ഇടയ്ക്കിടയ്ക്ക് ശബ്ദം ഉണ്ടാക്കുന്നത്. ഇവിടുത്തെ കുഞ്ഞുങ്ങൾ വളർത്തുന്നതാണ്. എമ്പതി എന്ന് പറഞ്ഞാൽ സഹാനുഭൂതി ഉള്ളവരായിരിക്കണം. മറ്റുള്ളവന്റെ നില മനസ്സിലാവണം. എന്റെയൊക്കെ ചിലർ ഇങ്ങനെ പറയും, ഒരു സ്ത്രീയെ ഭർത്താവ് ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ അവളെ പിന്നെ ആരും കല്യാണം കഴിക്കരുത്. ബാക്കി അങ്ങനെ ഉണ്ടോ എനിക്കറിയാം. പക്ഷെ ഇത് പറയുന്നവരുടെയൊക്കെ ഞാൻ ചോദിക്കും, നിങ്ങളുടെ മകളെയോ നിങ്ങളുടെ പെങ്ങളെയോ ഡിവോഴ്സായി കഴിഞ്ഞിട്ട് കല്യാണം കഴിച്ചാൽ 29ാമത്തെ ദിവസം, തിരുവനന്തപുരത്തെ കല്യാണം കഴിച്ചാൽ 29ാമത്തെ ദിവസം ഭർത്താവ് ചവിട്ടിപ്പടി കളഞ്ഞു. നീ ആ കൊച്ചിനെ ആരും കല്യാണം കഴിക്കണ്ടെന്ന് പറഞ്ഞ ചിന്തിച്ചാട്ട്. ഞാൻ കല്യാണം കഴിച്ചു വിട്ട ഒരു പെങ്കൊച്ച് കാശ്മീരിൽ, അവിടെ ആഭരണമെല്ലാം വാങ്ങിച്ച് വീട്ടിൽ നിന്ന് കൊണ്ടുപോയി സാധനങ്ങളെല്ലാം വെച്ച് ഭർത്താവ് വെളിക്കളഞ്ഞു. അവള് രാത്രിയിൽ വനത്തിനകത്ത് നടന്നു. ഒരു രാത്രിയിൽ ഒരു 6 നീന്തി കടന്ന് ഇപ്പുറത്ത് വന്നു. 1 മാസത്തിനകത്ത് അവൻ ഉപേക്ഷിച്ചു. അവളെ കല്യാണം കഴിക്കണോ വേണ്ട? വാക്യമുണ്ട്, എനിക്കും അറിയാം വാക്യം, എനിക്കുണ്ട് വാക്യം. നമുക്കൊരു സഹാനുഭൂതി ഉള്ളവരായിരിക്കണം. അവരുടെ സ്ഥാനത്ത് കൊണ്ട് ചിന്തിക്കാൻ കഴിയണം. ആ പെൺകൊച്ചിന്റെ കല്യാണം നടത്തിയില്ല എങ്കിൽ അവൾ എങ്ങനെ ജീവിക്കും? അവിടെ നാത്തൂന്മാരുടെ വീട്ടിൽ അടുക്കള വേല ചെയ്ത് ജീവിക്കേണ്ടി വരും. ഇന്നത്തെ കാലത്ത് ഒരു ജോലി ഉണ്ടെങ്കിൽ വലിയ പ്രയാസമില്ല. എന്നാലും ചിന്തിച്ചാട്ടെ, 25ാമത്തെ വയസ്സ് 26ാമത്തെ വയസ്സിൽ ഭർത്താവ് ഉപേക്ഷിച്ചു 1 മാസത്തിനകത്ത്. എന്നിട്ട് എന്തോ കൊടുക്കണം? അവൾ ജീവിതകാലം. അങ്ങനെ പറയുന്നവര് പറയണം, എൻ്റെ മോളെ ഞാൻ കെട്ടിച്ചില്ല, എൻ്റെ പെങ്ങളെ ഞാൻ കെട്ടിച്ചില്ല. അങ്ങനെ പറയുന്നവരായിരിക്കണം പറയാൻ. അവരുടെ യു മസ്റ്റ് ബി ഇൻ ദ ഷൂസ് ഓഫ് ദാറ്റ് പേഴ്സൺ ആൻഡ് തിങ്ക്. ഞാനൊരു ഉപദേശം ഖണ്ഡിക്കാൻ ശ്രമിച്ചതല്ല കേട്ടോ. ഹല്ലേലൂയ. അവരുടെ വേദനയിൽ അവരോടൊപ്പം സഹാനുഭൂതി ഉള്ളവരായിരിക്കണം. എൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന RS പുരാജ് ജോസഫ് ബ്രദർ, അദ്ദേഹം ലൈനിൽ കാണത്തില്ല, ചിലപ്പോൾ അദ്ദേഹത്തിന് മകൻ കണ്ടെന്ന് വരാം. അദ്ദേഹത്തിന് ചിക്കൻ പോക്സ് ആയി. ഞങ്ങളുടെ ആദ്യകാലത്തെ പ്രവർത്തകനാണ്, കൂട്ടുപ്രവർത്തകനാണ്. ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി, അദ്ദേഹത്തിന്റെ കൂടെ താമസിച്ചു. അദ്ദേഹത്തിനെ കുളിപ്പിച്ചതിന് ശേഷം, ഞാനല്ല കുളിപ്പിച്ചത്, വെള്ളമൊക്കെ കൊണ്ടു കൊടുത്തു. അദ്ദേഹം ഇട്ടിരുന്ന വസ്ത്രവും അദ്ദേഹത്തിന്റെ ബെഡ്ഷീറ്റും അദ്ദേഹത്തിന്റെ ഡെറിയും കഴുകി കൊടുത്തിട്ടാണ് ഞാൻ പോയത്. റാന്നിയിൽ പ്രിൻസ് എന്ന് പറഞ്ഞൊരു പാസ്റ്ററുണ്ട്. അദ്ദേഹത്തിന്റെ സഭയിൽ ഒരു MM വർഗീസ് ഉണ്ട്, ഹിന്ദി സഭ നടത്തുന്ന അദ്ദേഹത്തിന് ചോദിച്ചാട്ടെ, MM വർഗീസിന് ചിക്കൻ പോക്സ് ആയി. ഞാൻ അവിടെ പോയി സൂക്ഷിച്ചു. എന്താ കാര്യം? സഹാനുഭൂതി, ഒരു സഹാനുഭൂതി. MI ഈപ്പൻ പാസ്റ്റർ, നിങ്ങൾക്കറിയാമല്ലോ, ചോദിക്കണം ഞാൻ ഈ പറഞ്ഞു ശരിയാണോ. അദ്ദേഹത്തിന് ഒരു ദിവസം അസുഖമായി. ഞാൻ അറിഞ്ഞു. ഞാൻ അവിടെ ചെന്നു. 2 ദിവസം താമസിച്ചു. 3ാമത്തെ ദിവസം പോരാൻ തുടങ്ങിയെന്ന് എൻ്റെ പറഞ്ഞു, പാദ്രി സാബ്, എന്നെ അങ്ങനെ വിളിക്കുന്നത്, ബ്രദർ, ഒരു ദിവസം കൂടെ താമസിച്ചാണ്. അന്ന് ഞങ്ങൾക്ക് വേറെ ആരുമില്ല അവിടെ, ഞങ്ങൾ പരസ്പരമേ ഉള്ളൂ. ഞാൻ ഒരു ദിവസം കൂടെ താമസിച്ചു. ജോർജ് കുട്ടി എന്ന് പറഞ്ഞൊരു ബ്രദറുണ്ട് ജമ്മുവില്, അദ്ദേഹത്തിന്റെ അവിടെയും പോയി ഞാൻ താമസിച്ചു. അദ്ദേഹം ഞങ്ങളുടെ കൂടെ അല്ല, ജോർജ് കുട്ടി ഇപ്പൊ ഞങ്ങളുടെ കൂടെ, അന്ന് ഞങ്ങളുടെ കൂടെ അല്ല, സ്വതന്ത്രനായിട്ട് പ്രവർത്തിക്കുക. അദ്ദേഹത്തിന്റെയും കൂടെ പോയി ഞാൻ താമസിച്ചു. എൻ്റെ രാവിലെ പോകാൻ നേരം പറഞ്ഞു, പാദ്രി സാബ് ഏകദിനാവർക്ക് ആ മനുഷ്യന്റെ ഹൃദയത്തിന്റെ തുടിപ്പ് എനിക്ക് മനസ്സിലായി, ഏകാന്തത. ഞാൻ അദ്ദേഹത്തോടൊപ്പം താമസിച്ചു. നമുക്കൊരു സഹാനുഭൂതി ഉള്ളവർക്കായിരിക്കണം. ഹല്ലേലൂയ. മറ്റുള്ളവർക്ക് സൈക്കിൾ വാങ്ങിച്ചു കൊടുത്തിട്ടാണ് ഞാൻ സൈക്കിൾ വാങ്ങിച്ചത്. ചോദിക്കാം, ഈ പച്ചൻ്റെ ഒക്കെ ചോദിക്കാം, മാത്യു ജോർജിന്റെ ഒക്കെ ചോദിക്കാം, ജോബ് സുഭാഷിന്റെ ഒക്കെ ചോദിക്കാം. മറ്റുള്ളവർക്ക് മോട്ടോർ സൈക്കിൾ വാങ്ങിച്ചു കൊടുത്തിട്ടാണ് ഞാൻ മോട്ടോർ സൈക്കിൾ വാങ്ങിച്ചത്. BA ഫ്രാൻസിന്റെ ഒക്കെ ചോദിക്കാം, മാത്യു ജോർജിന്റെ ഒക്കെ ചോദിക്കാം, ഈ പച്ചൻ്റെ ഒക്കെ ചോദിക്കാം. അവർക്കെല്ലാം വാങ്ങിച്ചു കൊടുത്തതിന് ശേഷമാണ് ഞാൻ മോട്ടോർ സൈക്കിൾ വാങ്ങിച്ചത്. കാരണം ഒരു സഹാനുഭൂതി എൻ്റെ കർത്താവ് എനിക്ക് തന്നിട്ടുണ്ട്. ഞാൻ ഇന്ന് ശ്രദ്ധിക്കുകയായിരുന്നു, പൗലോസ് ജെൻഡയൽ ചർച്ചസ്,
പുറജാതികളുടെ സഭയില് എവിടെയൊക്കെയാണ്? മാസിഡോണിയയിലും ഗ്രീസിലുമുള്ള പുറജാതികളുടെ സഭയിൽ നിന്നും ധനശേഖരണം നടത്തി യഹൂദന്മാരുടെ യെരൂശലേമുള്ള സഭയിൽ കൊടുത്തയച്ചു. എന്താ കാര്യം? അവിടെ പുറജാതികളുടെ അവിടെ തന്നെ യഹൂദന് കൊടുത്തയക്കുന്നത്. നമുക്ക് ജാതി പാടില്ല. അത് സുറിയാനി ക്രിസ്ത്യാനിയുടെ സഭയാണ്, ഇത് ഇന്ന ജാതിക്കാരുടെ സഭയാണ്. ഇല്ല, ക്രിസ്തുവിന്റെ സഭയാണ്. ഞാൻ കഴിയുന്നിടത്തൊക്കെ 50 രൂപയെങ്കിലും കൊടുക്കാൻ ശ്രമിക്കും. ആരെങ്കിലും ചർച്ച് പണിയുന്നെന്ന് പറഞ്ഞാൽ കൂടെ ഒന്നും കൊടുത്തില്ലെന്ന് വരും. അത് ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് വരും. ഒരു സഭക്കാർ വലിയ പ്രതീക്ഷയോടെ എൻ്റെ അടുക്ക വന്നേ, കേരളത്തിൽ. എൻ്റെ പറഞ്ഞ് ഞങ്ങൾ ചർച്ച് പണിയാണ്, എല്ലാം പൊളിച്ചിട്ടിരിക്കുകയാണ്, സഹായിക്കണം. ഞാൻ 500 രൂപ കൊടുത്തു. അവരെനിക്കൊരു താങ്ക് യു ലെറ്റർ കൊടുത്തു. അത് അവരുടെ കാര്യം. അവരാരും ഇത് കേൾക്കത്തില്ല, അതുകൊണ്ടാണ് ഇത് പറയുന്നത്. അവരുടെ കാര്യം. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സഹാനുഭൂതി. വേറൊരാളുടെ ചർച്ച് പൊളിച്ചിട്ടിരിക്കുകയാണ്, അതിനെ സഹായിക്കണം. ഞാനൊരു ചർച്ച് പണിയാൻ നേരം ആരെല്ലാം എനിക്ക് രൂപ തരുന്നു? മർത്തോമക്കാർ തരുന്നു, യാക്കോബക്കാർ തരുന്നു, കത്തോലിക്കര് തരുന്നു, IPCക്കാർ തരുന്നു, അസംബ്ലീസ് ഓഫ് ഗോഡുകാർ തരുന്നു, ബ്രദറുകാർ തരുന്നു. അങ്ങനെയാണെങ്കിൽ എനിക്കും സഹാനുഭൂതി ആവശ്യമല്ലേ? അല്ലേ? നിങ്ങൾ ഈ പൗലോസ് ചെയ്തതിനെ പറ്റി കാണണമെങ്കിൽ 2 കൊരിന്ത്യർ 8ഉം 9ഉം അധ്യായം വായിക്കണം. പൗലോസിന് യാതൊരു ആവശ്യമില്ല പുറജാതികളുടെ സഭയിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കുന്നത്. നമുക്കൊരു സഹാനുഭൂതി ഉള്ളവരായിരിക്കട്ടെ. ഹല്ലേലൂയ. 2024 ആദ്യത്തെ ഭാഗത്തിലും ഈ വർഷത്തിലും ഞാൻ കഷ്ടപ്പെടുന്ന സുവിശേഷ വേലക്കാർക്ക് രൂപ അയച്ചു കൊടുത്തു. എവിടുന്ന രൂപ കിട്ടിയ? ഒരാളെടുക്കെ ചോദിച്ചു, നിങ്ങളുടെ തോട്ടത്തിൽ നിന്ന് വല്ലതും കൊണ്ടാണ്? എനിക്ക് തോട്ടമില്ല. നിങ്ങൾ തന്ന രൂപ. സഹോദരന്മാരെ നന്ദി. നിങ്ങൾ തന്ന രൂപ. ഇന്ന് ഒരാൾ ഞാൻ പ്രസംഗിച്ചിട്ട് വന്നിരിക്കുകയാണ്. ഞാൻ ഒരു തന്ന രൂപ ഞാൻ കൊണ്ടുവന്ന് വെച്ചു. എന്തിനാ? ചെന്ന് കഴിയുമ്പോൾ എൻ്റെ ഓഫീസിൽ കൊണ്ടു കൊടുക്കും, ആവശ്യമുള്ളവർക്ക് കൊടുക്കാനായിട്ട്. ഹല്ലേലൂയ. ഞാൻ എന്തിനാ കൊടുക്കുന്നേ? സഹാനുഭൂതി ഉണ്ടായിട്ട്. ഹല്ലേലൂയ. എൻ്റെ മക്കൾക്ക് കൊടുക്കാൻ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. ഹല്ലേലൂയ. എൻ്റെ കൊച്ചുമക്കൾക്ക് കൊടുക്കാനല്ല ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെയോ ഒരു സഹാനുഭൂതിയോടുകൂടെ ഒരാളെൻ്റെ മോളെ പഠിപ്പിക്കാൻ, ഒരു സുവിശേഷ വേലക്കാരൻ്റെ മോളെ പഠിപ്പിക്കാൻ നിവർത്തിയില്ല. ഒരു സുവിശേഷ വേലക്കാരന് ഒരു സൈക്കിളില്ല. വേറൊരു സുവിശേഷ വേലക്കാരന് ഒരു മോട്ടോർ സൈക്കിളില്ല. ഒരു ദിവസം ഒരാൾ എൻ്റെ പറഞ്ഞു, എൻ്റെ കൂടെയുള്ള ഒരു ആദിവാസി സഹോദരൻ എൻ്റെ സംസാരിക്കത്തില്ല, പേടിച്ച ബഹുമാനം കൊണ്ടാകട്ടോ. അദ്ദേഹത്തിന് 13 സഭയുണ്ട് പലയിടത്തായിട്ട്. അദ്ദേഹം സൈക്കിള് ചവിട്ടിയാ പോകും, കുന്നും പ്രദേശത്തോടൊക്കെ, മധ്യപ്രദേശത്ത്. ഞാൻ അദ്ദേഹത്തിന് ഒരു മോട്ടോർ സൈക്കിൾ വാങ്ങിച്ചു കൊടുത്തു. എന്താ കാര്യം? എൻ്റെ മക്കള് പള്ളിക്കൂടത്തിൽ പോയത്, കോളേജിൽ പോയത് സൈക്കിളിലാണ്. എൻ്റെ മക്കള് അബി എവിടെ ഗ്വാളിയറിലെ കോളേജിൽ പോയത്. എൻ്റെ മകൻ പത്താംകോട്ട് സൈക്കിളിൽ പോയി. ഈ പച്ചൻ്റെയൊക്കെ ചോദിച്ചാൽ അറിയാം. എൻ്റെ മോൻ പത്താംകോട്ടെ കോളേജിൽ പോയത് സൈക്കിളില്ല. പക്ഷെ എൻ്റെ കൂടെയുള്ള സഹോദരന്മാർക്ക് ഞാൻ മോട്ടോർ സൈക്കിൾ വാങ്ങിച്ചു കൊടുത്തു. ഹല്ലേലൂയ. സഹാനുഭൂതിയുള്ളവരായിരിക്കട്ടെ. ദൈവവേലയ്ക്ക് തരുന്ന രൂപ ഞാൻ ദൈവവേലയിൽ തന്നെ ചെലവാക്കി എൻ്റെ മക്കൾക്ക് കൊടുത്തിട്ടില്ല. എൻ്റെ മക്കൾക്ക് കൊടുക്കാനുള്ളതോടൊത്ത് ഞാൻ ദൈവ സഹാനുഭൂതി. 12ാമത്തെ കാര്യം, നിങ്ങൾക്ക് ചോദ്യമുണ്ടോ? വെബ് പേജ് ചാറ്റ് ബോക്സിനകത്തില്ല, ഞാൻ മറുപടി പറയാം. 12ാമത്തെ കാര്യം, ലില്ലി ഇവിടെ ഉണ്ട് കേട്ടോ. ലില്ലി ഞങ്ങൾ പ്രസംഗിച്ചിട്ട് തിരിച്ചു വന്നതേ ഉള്ളൂ. ഒരു ധൃതി പിടിച്ചൊക്കെ വന്നോണ്ട് ലില്ലി ഇച്ചിരി ക്ഷീണം തോന്നി. ഞാൻ പറഞ്ഞു, വെച്ചാൽ താൻ കിടന്നോ, ഞാൻ വായിച്ചോളാം, ബാക്കി എനിക്കറിയാം. ഫോക്കസ്. അടുത്ത 12ാമത്തെ കാര്യം, നമുക്കൊരു ഫോക്കസ് ഉണ്ടായിരിക്കണം. ഒരു സ്ട്രോങ് ലീഡറിന് ഫോക്കസ് തീർച്ചയാണ്. ഒരു ലക്ഷ്യബോധം ഉണ്ടായിരിക്കണം. IITക്ക് ഒരു ഫോക്കസ് ഉണ്ട്, ഒറ്റ ഫോക്കസ്. എന്താണെന്നറിയാം? പ്ലാന്റ് എ ചർച്ച് വേർ ദർ ഇസ് നോ ചർച്ച്. സഭയില്ലാത്തടത്ത് സഭ ഉണ്ടാക്കുക. അവിടുത്തെ സഭ പിടിച്ചെടുക്കുകയല്ല, അവിടുത്തെ വേലക്കാരനെ പിടിച്ചെടുക്കുകയല്ല, അവിടുത്തെ 2 വിശ്വാസികളെ പിടിച്ചെടുക്കുക. അതൊക്കെ ചെയ്യുന്നവർ ചെയ്തോട്ടെ. ഞങ്ങളുടെ ലക്ഷ്യം അതല്ല. ഞങ്ങളുടെ ലക്ഷ്യം, ഇന്ത്യൻ മാഞ്ചസ്റ്റർ ടീമിന്റെ ലക്ഷ്യം സഭയില്ല. നിങ്ങളുടെ എന്തുവാ ലക്ഷ്യം? എന്തുവാണ് ഫോക്കസ്? ഹല്ലേലൂയ. എൻ്റെ ലക്ഷ്യം 100 വേലക്കാരുണ്ടാകണമെന്നല്ല, 200 സഭകൾ ഉണ്ടാകണമെന്നുമല്ല. എൻ്റെയും ഹല്ലേലൂയ എൻ്റെ കൂടെയുള്ള ലീഡർമാർക്കും കൊടുത്തിരിക്കുന്ന ലക്ഷ്യം സഭയില്ലാത്തടത്ത് നിങ്ങൾക്കും ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ മക്കൾക്ക് ആ ലക്ഷ്യം കൊടുക്കണം. നമുക്ക് 1/2 ഏക്കർ, ഒരു ഉദാഹരണം പറയാം, 1/2 ഏക്കർ ഭൂമിയുടെ വാങ്ങിക്കണം. അടുത്ത ആളിൻ്റെ വിൽക്കാൻ കിടക്കുകയാണ്, നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് വാങ്ങിക്കാം. ആ ഫോക്കസ് കൊടുക്കണം. ഇന്ന് ഞാൻ പാസ്റ്റർമാരോട് സംസാരിക്കുകയാണ്. ഒരു 10-30 പാസ്റ്റർമാർ കാണും, കുറച്ച് സഹോദരിമാരും. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ എല്ലാം സഭയ്ക്ക് ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കട്ടെ, ഇരട്ടിയാവണം.
അയ്യോ വലിയ പ്രയാസമാണ് കർണാടകത്തില്. അയ്യോ വലിയ പ്രയാസമാണ്, എനിക്കറിയാം പ്രയാസമാണ്. പക്ഷെ ദൈവം കൂടെ ഉണ്ടെങ്കിൽ സാധ്യമാണ്. ഇറ്റ് ഈസ് പോസിബിൾ. ഞാൻ അവരൊക്കെ പറഞ്ഞു, ഡൽഹിയിൽ ഒരു അരുൾ തോമസ് എന്ന് പറഞ്ഞ കൊച്ചു ചെറുപ്പക്കാരനുണ്ട്. ആ ആളിനെ കാണാനും ഇച്ചിരിയേ ഉള്ളൂ. അരുൾ തോമസ്, നിങ്ങൾക്ക് വെബ് പേജിൽ പോയാൽ കാണാം. 1000 പേരുണ്ട് സഭയിൽ. ആള് മലയാളിയാ കേട്ടോ, മലയാളം പറയാനേ അറിയത്തുള്ളൂ. ഇവിടെ ഡൽഹി ജനിച്ചു കൊണ്ടാ. 1000 പേരുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഒന്നിച്ചു കൂടിയപ്പോൾ ഞാൻ ചോദിച്ചു, അരുൾ തോമസെ എത്ര മലയാളിയുണ്ട് തൻ്റെ സഭയിൽ? ഒരു മലയാളി. ഒരു കള്ളുകൂടിയൻ വന്ന് കയറി സൂചിച്ചാട് പറഞ്ഞു ചോദിച്ചു, വേറെ ഇല്ല. ബാക്കി 997 വിശ്വാസികൾ അക്രൈസ്തവരാണ്. വേറെ പോയി കിട്ടാന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരൻ, ഹിന്ദിക്കാരനാണ്. 5000 പേരുണ്ട്. 3000 പേരായിരുന്നു. ഒരു ഉണർവുണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് 2000 പേരുടെ കൂടി 5000 പേരായി. എന്നിട്ടും 2000 പേര് വെളിയിൽ ഇരിക്കുകയാണ്. അവിടെ സാധിക്കും, എല്ലാവരും അക്രൈസ്തവർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് നമ്മുടെ സഭ ഇരട്ടിയായിക്കൂടാ? എൻ്റെ ശബ്ദം കേൾക്കുന്ന അധികം പേരും ദൈവവേലക്കാരാണ് കേട്ടോ. ഹല്ലേലൂയ. എൻ്റെ ഈ സന്ദേശം വാസ്തവത്തിൽ ദൈവവേലക്കാർക്ക് വേണ്ടിയുള്ളതാണ്. ഞാൻ നിങ്ങളുടെയൊക്കെ ചോദിക്കുന്നു, നാം ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കണം, ഒരു ഫോക്കസ്. 1/2 ഏക്കർ ഭൂമിയുടെ വാങ്ങിക്കണം. എൻ്റെ മോടെ കല്യാണം ഈ വർഷം നടത്തണം. എനിക്ക് MA പാസ്സാവണം. എനിക്ക് PhD പാസ്സാവണം. ഒരു ലക്ഷ്യബോധം നിങ്ങൾക്ക് ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ ഫോക്കസ് മാറരുത്. എവിടുന്നാ വായിക്കേണ്ടത്? ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം. ദൈവമേ, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി. ഹല്ലേലൂയ. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3:13 ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നു മുമ്പിലുള്ളത് ആർത്തും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് കൊടുക്കുന്നു. ഒന്ന് ഞാൻ ചെയ്യുന്നു. യേശു ക്രിസ്തുവിന് ഒരൊറ്റ ലക്ഷ്യമായിരുന്നു, ഫോക്കസ് ആയിരുന്നു. എന്താണ്? ക്രൂശീകരണം. അതായിരുന്നു അവന്റെ ലക്ഷ്യം. ശിക്ഷ തുടങ്ങിയപ്പോഴേ അവന്റെ ലക്ഷ്യം അതായിരുന്നു. പൗലോസിന്റെ ലക്ഷ്യം എന്തായിരുന്നു? എനിക്ക് റോമിൽ ചെന്നിട്ട് സുവിശേഷം പ്രസംഗിക്കണം. നിങ്ങൾക്കൊരു ലക്ഷ്യം ഉണ്ടായിരിക്കട്ടെ, ഒരു ഫോക്കസ് ഉണ്ടായിരിക്കട്ടെ. എനിക്കൊരു മുറിയൂടെ പണിയണം, എനിക്കൊരു ബിസിനസ് ഉണ്ട്, അതിനൊരു ബ്രാഞ്ച് കൂടെ ഉണ്ടാകണം. ഹല്ലേലൂയ. അത് അത്യാർത്ഥിയല്ല, അത് വിശ്വാസമാണ്. അത്യാർത്ഥി എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവനൊക്കെ മുടിഞ്ഞു പോകണം, ഞാൻ മാത്രം നന്നാവണം. അതാണ് അത്യാർത്ഥി. അല്ല, നിങ്ങൾക്കൊരു ലക്ഷ്യം ഉണ്ടായിരിക്കട്ടെ. എനിക്കൊരു നല്ല ഉദ്യോഗം നേടിയെടുക്കണം, എനിക്കൊരു നല്ല ബിസിനസ് തുടങ്ങണം, എൻ്റെ കടഭാരത്തിൽ നിന്ന് പുറത്തു വരണം, എൻ്റെ മോടെ വിവാഹം നടത്തണം, എൻ്റെ സഭ ഡബിളായി തീരണം. ഹല്ലേലൂയ. ഇനിയും പറയുന്നത് കേട്ടാട്ടെ, നിങ്ങളുടെ ഫോക്കസ് മാറരുത്. വേറൊരാൾ ചെയ്യുന്നതെല്ലാം നിങ്ങളുടെ ഫോക്കസ് ആവരുത്. എഴുതിയെടുത്താൽ എനിക്ക് ദേവദാസൻ തന്ന ഉപദേശമാണ്. PD ജോൺസൺ, തിരുവനന്തപുരത്ത്. അദ്ദേഹം എനിക്ക് തന്ന പക്ഷേ IPC-ക്കാർ ചെയ്തതും നിങ്ങളും ചെയ്യാൻ ശ്രമിക്കരുത്. അസംബ്ലീസ് കൂടെ ചെയ്യാൻ ശ്രമിക്കുന്നത് നിങ്ങളും ചെയ്യാൻ പോരുത്. IM-കാർ ചെയ്യാൻ ശ്രമിക്കുന്നതുകൊണ്ട് നിങ്ങളും ചെയ്യാൻ ശ്രമിക്കുക. ദൈവത്തിൽ നിന്ന് പ്രാപിക്കണം. ആ ഫോക്കസ് കണ്ടുകൊണ്ട് മുമ്പോട്ട് പോവുക. നിങ്ങളുടെ ഫോക്കസിനെ പുഷ്ടിപ്പെടുത്തുന്നത് മറ്റൊരു ചെയ്യുന്നെങ്കിൽ അവിടെ സ്വീകരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ ഫോക്കസ് മാറിപ്പോരും. നിങ്ങളുടെ ഫോക്കസ് മാറിപ്പോരും. കേരളത്തിൽ സഭകൾ സ്ഥാപിക്കാൻ എനിക്ക് എത്ര പ്രാവശ്യം ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടെന്നറിയാം. ഞാൻ പോയിട്ട് തുടങ്ങിയിട്ടുള്ളത് തന്നെ സഭകൾ സ്ഥാപിതമായിട്ടുണ്ട്. സ്ഥലം പറയുന്നില്ല. 1, 2, 3, 4, 5 എനിക്കറിയാം. ഞാനാണ് അതിന് കല്ലിട്ടെന്ന് പറഞ്ഞാൽ അതിന് തുടങ്ങിയത്. പക്ഷെ ഞാൻ ഒരിക്കലും അത് എൻ്റേതാക്കിയില്ല. കാരണം എൻ്റെ ഫോക്കസ് വടക്കേ ഇന്ത്യ മാത്രമാണ്. കുവൈറ്റില്, ദുബായില്, വേറെ എത്രയോ സ്ഥലങ്ങളിൽ, ഒമാനില്, ഇവിടെയൊക്കെ ഞാൻ പോയി മീറ്റിംഗ് നടത്തി കഴിഞ്ഞപ്പോൾ വിശ്വാസികളുണ്ടായി. ഒന്നും എൻ്റെ ബോർഡ് കൊണ്ടുവച്ചില്ല. കാരണം ദൈവം എനിക്ക് തന്നിട്ടുള്ളവർ ചെയ്യണം. എനിക്ക് തന്നിരിക്കുന്നത് നോർത്ത് ഇന്ത്യ ഈസ് മൈ പാരിഷ്. എൻ്റെ വേറെ സ്ഥലം എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യയാണ്. നിങ്ങളുടെയും ഫോക്കസ് ആയിരിക്കട്ടെ, അതായിരിക്കട്ടെ. 13ാമത്തെ കാര്യം, കമ്മിറ്റ്മെന്റ് ടു പീപ്പിൾ. നിങ്ങൾക്ക് ദൈവത്തോട് ഒരു വലിയ കടപ്പാടുണ്ടായിരിക്കണം. യേശു ചെയ്തതെല്ലാം മനുഷ്യർക്ക് വേണ്ടിയായിരുന്നു. യേശു ദൈവമാണെന്ന് കാണിക്കാൻ ഒരത്ഭുതവും അവൻ ചെയ്തില്ല. അവൻ ചെയ്തത് മുഴുവൻ മറ്റുള്ളവർക്ക് വേണ്ടിയായിരുന്നു, ജനങ്ങൾക്ക് വേണ്ടിയായിരിക്കണം. നമ്മുടെ പ്രവർത്തനവും ജനങ്ങൾക്ക് വേണ്ടിയായിരിക്കണം. എനിക്ക് എൻ്റെ സംഘടനയെ വലിയ കാര്യമാണ്, വലിയ ഇഷ്ടമാണ്. പക്ഷെ നിങ്ങൾ എൻ്റെ സംഘടനയെ പറ്റി അധികം പ്രസംഗിക്കുന്നത് ഞങ്ങൾ കേൾക്കത്തില്ല. ഞങ്ങളുടെ മീറ്റിങ്ങിന് വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ സംഘടനയുടെ പേര് പറയുന്നത് പോലും നിങ്ങൾ കേൾക്കത്തില്ല. ദൈവനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. ഇന്ത്യൻ ഇവാഞ്ചലിക്കലിന്റെ 13ാമത്തെ മീറ്റിങ്ങിന് നമ്മൾ വന്നിരിക്കുകയാണ്. ഇന്ത്യൻ ഇവാഞ്ചലിക്കൽ ടീം പറഞ്ഞിട്ടില്ല. ഇല്ല, പറയുന്നവർ പറയട്ടെ, എനിക്ക് വിരോധമില്ല. ഞാൻ നിങ്ങളുടെയൊക്കെ പറയുകയാണ്, നിങ്ങളുടെ കമ്മിറ്റ്മെന്റ് മനുഷ്യരോടായിരിക്കണം. അപ്പോസ്തലന്മാർ അങ്ങനെയാ ചെയ്തത്, ജനങ്ങൾക്ക് വേണ്ടി. നെഹമ്യാവിന്റെ ലക്ഷ്യം അതായിരുന്നു, ജനങ്ങൾ. ദാവീദിന്റെ ലക്ഷ്യം അതായിരുന്നു, ജനങ്ങൾ. KV സൈമൺ എന്ന് പറഞ്ഞൊരു ദൈവദാസൻ ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് ബ്രദറൻ സഭയുടെ അപ്പോസ്തലൻ.
അദ്ദേഹം വലിയ കുടുംബത്തിലെയാണ്, വലിയ പണക്കാരനാണ്, മഹാകവിയാണ്, വലിയ വിദ്യാഭ്യാസമുള്ള മനുഷ്യനാണ്. മനോരമയുടെ എഡിറ്ററായിട്ട് അദ്ദേഹത്തെ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞില്ല, ഞാൻ സുവിശേഷ വിലയാണ്, ഞാൻ വരത്തില്ല എന്ന് പറഞ്ഞു. വേറെ ആരെങ്കിലും ആണെങ്കിൽ പോയതിനെയാണ്, വലിയ ആളാകുവാൻ. അദ്ദേഹം പോയില്ല. അന്നത്തെ കാലത്ത് എല്ലാ വീടുകളിലും പണമില്ലാത്ത നാടാണ്. പ്രത്യേകിച്ച് അദ്ദേഹം സുവിശേഷ വിലയ്ക്ക് സ്വത്ത് കിടപ്പുണ്ട് കണ്ടോ. ഒരു ദിവസം അദ്ദേഹം ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കപ്പ ചുട്ടതും കട്ടൻ കാപ്പി. അന്നേരം അവർ കൂട്ടുപ്രവർത്തകൻ കയറി വന്നു. ചരിത്രത്തെ കാര്യമാണ് പറയുന്നത്. അദ്ദേഹം ആ കപ്പ പകുതി മുറിച്ച് ആ മനുഷ്യന് കൊടുത്തു. ആ മനുഷ്യൻ KV സൈമണിനെ സ്നേഹിച്ചില്ല എങ്കിൽ അദ്ദേഹം മനുഷ്യനല്ല. നിങ്ങളുടെ കടപ്പാട്, നിങ്ങളുടെ കമ്മിറ്റ്മെന്റ് മനുഷ്യരായിരിക്കും. ഭാര്യ, മക്കൾ, കൂട്ടുപ്രവർത്തകർ, നിങ്ങളുടെ സഭയിലുള്ള വിശ്വാസികൾ, അതായിരിക്കട്ടെ. ഹല്ലേലൂയ. എൻ്റെ കൂടെ പ്രവർത്തിക്കാൻ ഒരു ബ്രദർ എഴുതി. എവിടെയാണ്? കോഴഞ്ചേരിക്ക് അടുത്തുള്ള ഒരു സ്ഥലം എനിക്കറിയാം, ഞാൻ നടന്നു പോയിട്ടുണ്ട് അവിടെ, പേര് മറന്നുപോയി. അദ്ദേഹം അവിടുന്ന് എനിക്ക് എടുത്തെഴുതി. എൻ്റെ ആദ്യകാലമാണ്. ഞാൻ അന്ന് കട്ടറായിലാണ്. ഞാൻ അല്ല 10ാം കൊണ്ടാണ്. ഞാൻ സാറിൻ്റെ കൂടെ അന്ന് തന്നെ സാറിന് ആദ്യം പേരും പിടിക്കുന്നത്. സാറിൻ്റെ കൂടെ പ്രവർത്തിക്കാനായിട്ട് വരിക. ഞാൻ പറഞ്ഞു, സാമുവൽ ബ്രദറെ, ഇന്ന് എൻ്റെ വീട്ടിൽ ആഹാരമില്ലായിരുന്നു. സാമുവൽ ബ്രദർ എൻ്റെ കൂടെ വന്നാൽ, ഞാൻ ഒരു ചപ്പാത്തി എനിക്ക് ദൈവം തന്നാൽ പകുതി മുറിച്ച് ഞാൻ MD സാമുവലിന് തരും. ബാക്കി പകുതി കൊണ്ട് ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ കുഞ്ഞും കൂടെ കഴിയും. MD സാമുവലിനൊക്കെ ചോദിക്കാം. നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങളുടെ ലക്ഷ്യം, നിങ്ങളുടെ നന്മയല്ല നിങ്ങളുടെ ലക്ഷ്യം. പിന്നെയോ മറ്റുള്ളവർ, നിങ്ങളുടെ ഭാര്യ, നിങ്ങളുടെ ഭർത്താവ്, നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ സഭയിലുള്ള വിശ്വാസികൾ, അതായിരിക്കട്ടെ. 14ാമത്തെ കാര്യം, ചോദ്യങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിനകത്ത് ഇടണം കേട്ടോ. നിങ്ങളൊരു പ്രോബ്ലം സോൾവർ ആയിരിക്കട്ടെ. പ്രോബ്ലം സോൾവ് ചെയ്യാൻ നിങ്ങൾക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള കഴിവുണ്ടാകണം. പ്രോബ്ലം പ്രതീക്ഷിക്കരുത്. പക്ഷേ അവിചാരിതമായിട്ടൊരു പ്രോബ്ലം വന്ന് കയറിയാൽ അത് സോൾവ് ചെയ്യാനുള്ള കഴിവുണ്ടാകണം. എന്തുവാ? പെട്ടെന്ന് ഒരാൾ രോഗിയായിപ്പോയി, പെട്ടെന്ന് നിങ്ങളുടെ കാറ് കാണാതെ പോയി, സഭയ്ക്കകത്തൊരു ഭിന്നിപ്പുണ്ടായി. ഹല്ലേലൂയ. മരുഭൂ യാത്രയിൽ ഇസ്രായേലിന് പല പ്രശ്നങ്ങളും ഉണ്ടായി. ആരാ തീർത്തത്? ലീഡർ. പറഞ്ഞില്ല, ഞാനൊന്ന് ഉപവാസം എടുത്ത് 2 ദിവസം പ്രാർത്ഥിച്ചിട്ട് വരാം. അങ്ങനെയുള്ള കാര്യങ്ങളും ഉണ്ട് കേട്ടോ. ഹല്ലേലൂയ. മരുഭൂമിയിലെ സഭയ്ക്ക് പകരമാണ് നമ്മൾ പുതിയ നിയമത്തിലെ സഭ. ചെങ്കടൽ വന്നു കഴിഞ്ഞപ്പോൾ മോശ ദൈവത്തിൽ നിന്ന് ശബ്ദം കേട്ടോ, അവൻ കൈ ഉയർത്തി. നിങ്ങളും പ്രോബ്ലം സോൾവ് ചെയ്യുന്നവരായിരിക്കണം. അവർ പുറപ്പെട്ടപ്പോൾ അവര് ലീഡറായിട്ട്, നിങ്ങൾ ലീഡറായിട്ട് നിൽക്കണം. നിങ്ങളുടെ തൻ്റെ ഇടം നിങ്ങളുടെ കൂടെയുള്ളവർ കാണണം. നിങ്ങളുടെ ധൈര്യം നിങ്ങളുടെ മക്കൾ കാണണം. നിങ്ങളുടെ ധൈര്യം നിങ്ങളുടെ വിശ്വാസികൾ കാണണം. എനിക്കിഷ്ടപ്പെട്ട ഒരു വാക്യം പറയാൻ പോവുക, എഴുതിയെടുക്കണം. പുറപ്പാട് പുസ്തകം 17:7. യഹോവ മിസ്രയീമ്യർക്കും ഇസ്രായേലർക്കും മധ്യേ വ്യത്യാസം വയ്ക്കുന്നു എന്ന് നിങ്ങൾ അറിയേണ്ടതിനാ. ഇസ്രായേൽ മക്കളിൽ യാതൊരു മനുഷ്യന്റെയോ മൃഗത്തിന്റെയോ നേരെ ഒരു നായ് പോലും നാവ് അനക്കുകയില്ല, ഒരു പട്ടി പോലും കുരയ്ക്കത്തില്ലെന്ന്. 30 ലക്ഷം ജനം പശുക്കളും ആടുകളുമായിട്ട് പോകുന്നുണ്ടെ പട്ടി കുരയ്ക്കാതിരിക്കും. കുരയ്ക്കും രാത്രിയിൽ. പക്ഷെ അവിടെ കുരച്ചില്ല. എന്താ കാര്യം? ലീഡറിന്റെ കൂടെ ദൈവം നിന്നു. നിങ്ങളും ലീഡറായിട്ട് നിൽക്കാമെങ്കിൽ, ദൈവത്തിന്റെ കൂടെ നിൽക്കാമെങ്കിൽ, ദൈവം നിങ്ങളുടെ കൂടെ നിൽക്കും. യോശുവ 10:21 അതിനകത്ത് പറയാണ്, മനുഷ്യർ യോശുവ ഇസ്രായേലിനെതിരായി നാവനക്കിയില്ല. മനുഷ്യരാരും യോശുവയ്ക്ക് എതിരായിട്ട്. കേട്ടോ? എന്താ കാര്യം? ദൈവം അവരുടെ കൂടെ നിന്നു. ഹല്ലേലൂയ. തുള്ളിച്ചാടി നടന്നവരുടെ മുമ്പാകെ ഇസ്രായേൽ ജനം പുറപ്പെട്ടു വന്നതാണ് അല്ലെ. ഞാൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി പാട്ട് പാടിക്കൊണ്ട് വന്നതാണ്. പക്ഷെ അവരുടെ മുമ്പാകെ പ്രശ്നം വന്നു. ചെങ്കടൽ വന്നു. ഹല്ലേലൂയ. പക്ഷെ അത് പ്രശ്നം പരിഹരിച്ചു ലീഡർ. വാഗ്ദത്ത നാട്ടിൽ വന്നപ്പോൾ ആഖാൻ പാപം ചെയ്തു. അവിടെയും പ്രശ്നമുണ്ടായി. ലീഡർ എന്ത് ചെയ്തു? ആ പ്രശ്നവും പരിഹരിച്ചു. പ്രശ്നം സോൾവ് ചെയ്യുന്നവരായിരിക്കണം. പ്രാർത്ഥിച്ചാൽ പോകത്തില്ല. പിന്നെയോ നിങ്ങൾ അത് സോൾവ് ചെയ്യണം. എഴുതിയെടുത്താട്ടെ. പ്രാർത്ഥിച്ചാൽ പോകത്തില്ല. പിന്നെയോ ആ സമയത്ത് അത് സോൾവ് ചെയ്യാനുള്ള കൃപതയും നിങ്ങൾക്ക് തരും. അത് നിങ്ങൾ ചർച്ച ചെയ്യണം. നിങ്ങൾ ചെയ്യണം. മെന്ററിനോട് വേണമെങ്കിൽ ചോദിക്കുക. പക്ഷെ നിങ്ങളത് സോൾവ് ചെയ്യണം. ദൈവമാണോ നിങ്ങളുടെ വേല തുടങ്ങിയത്? ദൈവമാണോ നിങ്ങളുടെ കുടുംബം തുടങ്ങിയത്? ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ജീവിതവും ശുശ്രൂഷയും വചനപ്രകാരമാണോ? തെറ്റുപറ്റിയോ? ആരിലും പഴി ചാരാതെ തെറ്റ് ദൈവത്തോടും മനുഷ്യരോടും ഏറ്റുപറഞ്ഞ്
നിങ്ങളുടെ മുമ്പാകെയുള്ള പ്രശ്നത്തെ പരിഹരിച്ച് ആകെ വിടും. മുമ്പോട്ട് പോയാട്ടെ, ദൈവത്തോടൊപ്പം പോയാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാൻ ഫോൺ എടുത്തുകൊണ്ട് വരട്ടെ. ഫോൺ അപ്പുറത്ത് വെച്ചിരിക്കുക കേട്ടോ, വേറൊരു വീട്ടിലായതുകൊണ്ട് പറ്റിയതാണ് കേട്ടോ. അടുത്ത ഭാഗം 4, സവാൽ ആപ്ക ജവാബ് മേര. ഏതെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ ചോദിച്ചാട്ടെ, ഞാൻ മറുപടി പറയാം. ഒരു ക്രിസ്ത്യാനി ശബത്ത് ആചരിക്കണം വേണ്ട? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ശബത്തിന്റെയും കർത്താവാണ്. കർത്താവ് ശബത്തെടുത്ത് മാറ്റി. യേശു ക്രിസ്തു സഭയ്ക്ക് പ്രത്യക്ഷപ്പെട്ടത് മുഴുവൻ ഞായറാഴ്ചയാണ്. അപ്പൊ ഞായറാഴ്ച ശബത്താണോ? ആഴ്ചയിൽ ഒരു ദിവസം ശബത്ത് ആചരിച്ചാണ്. വെള്ളിയാഴ്ചയാണോ ശബത്ത്? അതിൻ്റെ അർത്ഥം നമ്മൾ അനങ്ങാതിരിക്കണമെന്നല്ല. പഴയ നിയമത്തെ ശബത്ത് ദൈവം എടുത്തു കളഞ്ഞു. നമുക്ക് ശബത്തില്ല. നമുക്ക് ശബത്തിന്റെ ഉടയവനായ കർത്താവേ ഉള്ളൂ. അന്നത്തെ ആരാധിക്കാനായിട്ട് നമ്മൾ ആ ഒരു ദിവസം മാറ്റിവെക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്യണം. ബാക്കിയുള്ള പഴയ കാലത്ത് എൻ്റെ കൊച്ചുനാള്, ഞങ്ങളുടെ അമ്മച്ചി, മറ്റുള്ളവർ മർത്തോമക്കാര്, ഞങ്ങളുടെ പെന്തിക്കോസുകാരെ ആരും ഞാൻ കറക്കും അറിയത്തിലാണ്. മർത്തോമക്കാര് അവര് തുണി കഴുകിയിട്ടാൽ ഉണങ്ങാനെടുത്തിടത്തില്ലായിരുന്നു. എന്താ കാര്യം? ശബത്ത് ദിവസം കാലടക്കി വെക്കണമെന്നാണ് പറഞ്ഞത്. ഇല്ല, നമുക്കത് ബാധകമല്ല. നമുക്ക് നമ്മുടെ വീട്ടിലെ ജോലി ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ജോലി ചെയ്യാനൊക്കത്തില്ല. ഡൽഹിയിലുള്ള യഹൂദന്മാരുടെ, ഇസ്രായേലിന്റെ ഉദ്യോഗസ്ഥന്മാർ യഹൂദന്മാരാണ്. അവർ വെള്ളിയാഴ്ച വൈകിട്ട് അവരുടെ സിനഗോഗിന് അടുക്കലുള്ള 5 സ്റ്റാർ ഹോട്ടലിൽ വന്ന് താമസിച്ചിട്ടാണ് ചർച്ചിലോട്ട് വരുന്നത്. കാരണം ഇത്ര കിലോമീറ്റർ യാത്ര ചെയ്യാമെന്ന് പഴയ നിയമത്തിൽ വാക്യമുണ്ട്. അതുകൊണ്ട് അവരുടെ വീട്ടിൽ നിന്ന് വരാനൊക്കത്തില്ല. അതിനടുക്കലത്തെ ഹോട്ടലിൽ, താജ് ഹോട്ടലിൽ വന്ന് താമസിക്കും. അവിടുത്തെ റാബി എൻ്റെ ഒക്കെ പറഞ്ഞു. എന്നിട്ട് അവിടെ നിന്നാണ് ചർച്ചിൽ പോകുന്നത്. അത് യഹൂദന്മാർക്കാണ്. നമുക്ക് സൈക്കിളിൽ പോകാനും വാക്യമില്ല കേട്ടോ. ടാക്സി പിടിച്ച് പോകാനും വാക്യമില്ല. പഴയ നിയമത്തിനകത്ത് എടുക്കുകയാണെങ്കിൽ അടുപ്പിനകത്ത് തീ കത്തിക്കാൻ വാക്യമില്ല കേട്ടോ. ഇപ്പോൾ നമുക്ക് ശബത്തുണ്ടോ? ഇല്ല. ഒരു പുതിയ നിയമ വിശ്വാസിക്ക് ശബത്തില്ല. ശബത്തിന്റെ ഉടയവനായ കർത്താവ് യേശു മാത്രമേ ഉള്ളൂ. അവനെ ആരാധിക്കാനായിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ദിവസം മാറ്റിവെക്കണം. ഇന്ത്യ ഗവൺമെന്റും ചൊവ്വാഴ്ച അവധിയാക്കാൻ ശ്രമിച്ചു. പിന്നെ അവർ തീരുമാനിച്ചു അത് മണ്ടത്തരമാകും. അതുകൊണ്ട് ആയില്ല. ചൊവ്വാഴ്ചയായിരുന്നെങ്കിലോ നമ്മൾ ആരാധിക്കുന്നത് ചൊവ്വാഴ്ചയാകുമായിരുന്നു. അതുകൊണ്ട് നമുക്ക് ശബത്തില്ല. ശബത്തിന്റെ കർത്താവ് മാത്രമേ ഉള്ളൂ. നമുക്ക് കർത്താവിനെ ആരാധിക്കാം. 3-ാമത്തെ ചോദ്യം ഫ്രം ഡിയർ അങ്കിൾ, ക്യാൻ യു പ്ലീസ് റിപ്പീറ്റ് ദ ഹെഡിങ്സ് ഓഫ് ലീഡർഷിപ്പ് ക്വാളിറ്റീസ്? ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഒന്നുകൂടെ പറയാമോ? ഒരു നല്ല ചോദ്യമാണല്ലോ. നമ്പർ 1, സെൽഫ് മാനേജ്മെന്റ്. നമ്പർ 2, ദർശനം, വിഷൻ. നമ്പർ 3, എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. നമ്പർ 4, എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ നല്ല സ്വന്തം ആശയം മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന വിധത്തിൽ അവതരിപ്പിക്കണം. എൻ്റെ ദർശനം നമ്മുടെ ദർശനമായിട്ട് മാറണം. 4, റെസ്പോൺസിബിലിറ്റി, ചുമതല സ്വയം ചെയ്യാനുള്ളത് നല്ലതുപോലെ ചെയ്യണം, എന്ത് ചുമതലയാണെങ്കിലും. 5-ാമത്തെ കാര്യം റെസിലിയൻസ് എന്ന് പറഞ്ഞാൽ മാന്ദ്യത്തിൽ നിന്നും പൂർവ്വസ്ഥിതിയിലായിത്തീരണം. ചിലപ്പോൾ നിരാശ വരാം, ചിലപ്പോൾ ഒരു പാപം സംഭവിച്ചെന്ന് വരാം, ഒരു തെറ്റ് സംഭവിച്ചെന്ന് വരാം. അതിനകത്ത് നമ്മൾ പൂർവ്വസ്ഥിതിയിൽ വന്നിട്ട് ഹല്ലേലൂയ നമ്മൾ മുമ്പോട്ട് പോകുന്നവരായിത്തീരണം. 6, ഹോണസ്റ്റി, സത്യസന്ധത ഉണ്ടായിരിക്കണം നമ്മുടെ സ്വന്തം. ഇത് നമ്മൾ അത്യാവശ്യമാണ്. 7, തീരുമാനമെടുക്കുവാനുള്ള കഴിവ്, ഡിസിസീവ്നെസ്, ഒരു തീരുമാനമെടുക്കാനുള്ള കഴിവുണ്ടായിരിക്കണം. 8, ഇൻസ്പിറേഷൻ, നമ്മൾ പ്രചോദനം കൊടുക്കുന്നവരായിരിക്കണം. നമ്മുടെ അടുക്കൽ ഒരാൾ ഇരുന്നാൽ പോലും അവർക്ക് പ്രചോദനം, നമ്മുടെ മക്കൾക്ക് പ്രചോദനം കൊടുക്കുന്നവരായി തീരണം. ഹല്ലേലൂയ. 9-ാമത്തെ കാര്യം അഡാപ്റ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ പരിതസ്ഥിതികളോട് പൊരുത്തപ്പെടുന്നവരായിരിക്കണം. പരിതസ്ഥിതികളോട്, നിങ്ങൾ പ്രത്യേകിച്ച് സുവിശേഷ വേലക്കാർക്കുള്ളതാണ്. നിങ്ങൾ ആരുടെ ഇടയിലാണോ പ്രവർത്തിക്കുന്നത് അവർ അഡാപ്റ്റബിലിറ്റി ഉണ്ടായിരിക്കണം. 9-ാമത്തെ കാര്യം. 10-ാമത്തെ കാര്യം ക്രിയേറ്റിവിറ്റി, പുതിയ ആശയങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവരണം. അപ്പോസ്തല പ്രവൃത്തിനകത്തെ മാത്രമല്ല, പുതിയ നിയമത്തിനകത്ത് മാത്രമല്ല, പുതിയ കാര്യങ്ങളൊക്കെ നമ്മൾ അബദ്ധത്തിൽ ചെന്ന് ചാടണമെന്നല്ല ഞാൻ ഈ പറഞ്ഞത് കേട്ടോ. ക്രിയേറ്റിവിറ്റി ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ.
11ാമത്തെ കാര്യം, എമ്പതി ഉണ്ടായിരിക്കണം, സഹാനുഭൂതി ഉള്ളവരായിരിക്കണം. മക്കളോട്, ഭാര്യയോട്, സഭയിലുള്ള വിശ്വാസികളോട് എമ്പതി ഉണ്ടായിരിക്കണം. 12, നമുക്കൊരു ഫോക്കസ് ഉണ്ടായിരിക്കണം, ഒരു ലക്ഷ്യബോധം ഉണ്ടായിരിക്കണം. എന്താണ് ലക്ഷ്യം? നമുക്ക് എല്ലാവർക്കും ലക്ഷ്യം ഉണ്ടായിരിക്കണം. 13, കമ്മിറ്റ്മെന്റ് ടു പീപ്പിൾ. മനുഷ്യരായിരിക്കണം നമ്മുടെ 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 ലക്ഷ്യം. പ്രത്യേകിച്ച് ദൈവവേലക്കാർക്ക് കമ്മിറ്റ്മെന്റ് ഉണ്ടായിരിക്കണം ആളുകളോട്. 14ാമത്തെ കാര്യം, നമ്മൾ പ്രോബ്ലം സോൾവിങ് ആയിരിക്കണം, പ്രശ്നങ്ങൾ പരിഹരിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. അടുത്ത ചോദ്യം, പിന്മാറ്റം എന്നാൽ എന്താണ്? യേശുവിനെ തള്ളിപ്പറയുന്നതാണോ? അല്ല. നമ്മുടെ വിശ്വാസത്തിനകത്തു നിന്ന് പിന്മാറിപ്പോന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഞാൻ ഇനി കള്ളു കുടിക്കത്തില്ല തീരുമാനിച്ചു. പക്ഷെ ഒരു ദിവസം ഒരു കല്യാണത്തിന് ചെന്ന് കഴിഞ്ഞപ്പോഴാ കൂട്ടുകാരെല്ലാം കൂടെ നിർത്തി ഞാൻ കുറച്ച് കുടിച്ചു, പിന്മാറ്റമായി. ഞാൻ ആരാധിക്കും, പക്ഷെ 2 ആഴ്ചയായിട്ട് ചർച്ചിൽ ആരാധിക്കാൻ പോയിട്ടില്ല, അതൊരു പിന്മാറ്റമാണ്. ഞാൻ ദശാംശം കൊടുക്കും, പക്ഷെ ദശാംശം കൊടുക്കുന്നത് കുറഞ്ഞുപോയി, അതൊരു പിന്മാറ്റമാണ്. നമ്മുടെ വിശ്വാസത്തിനകത്ത്, വിശുദ്ധ ജീവിതത്തിനകത്ത്, നമ്മുടെ അടുത്തുള്ള തീരുമാനത്തിനകത്തൊന്നും തെറ്റായിട്ടുള്ള തീരുമാനമാണെങ്കിൽ നമുക്ക് മാറ്റാം. ഉദാഹരണത്തിന്, ഞാൻ മരുന്നെടുക്കത്തില്ലെന്ന് തീരുമാനിച്ചു. പണ്ട് കട്ടറായിലായിരിക്കുന്ന സമയത്ത് തീരുമാനിച്ചു മരുന്നെടുക്കത്തില്ല. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ വലിയ ദൈവദാസന്മാരെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അവരെല്ലാം മരുന്നെടുക്കും. അപ്പം ഞാൻ അവരുടെ അടുക്കലൊക്കെ ചോദിച്ചു, ജോണോസിൻ്റെ ഒക്കെ ചോദിച്ചു, വേറെ ആളുകളുടെ അടുക്കലൊക്കെ ചോദിച്ചപ്പോഴാണ് മരുന്നെടുക്കരുതെന്നുള്ളൊരു ഉപദേശം വേദപുസ്തകത്തിൽ ഇല്ല. പിന്നെ അവിടുന്ന് ഇവിടുന്നൊക്കെ തട്ടിക്കൂട്ടിക്കൊണ്ടെന്ന് പറയുന്നതാണ് ഞാൻ മരുന്നെടുക്കാൻ തുടങ്ങി. അപ്പം അതൊരു പിന്മാറ്റമല്ല, എൻ്റെ ഉപദേശത്തിനകത്തെ റെക്ടിഫൈ ചെയ്താണ്. പക്ഷെ തീരുമാനം, വിശുദ്ധ ജീവിതത്തിനകത്ത് പറ്റുന്നത് പുറകോട്ട് പോകുന്നതാണ് പിന്മാറ്റം. പുറകോട്ട് പോവുക എന്നുള്ളത് യഥാർത്ഥം. പണ്ടെടുത്തിട്ടുള്ള തീരുമാനത്തിൽ നിന്നും പുറകോട്ട് പോവുക. ഹല്ലേലൂയ. യേശുവിനെ തള്ളിപ്പറയുന്നതും പിന്മാറ്റമാണ്, കള്ളു കുടിക്കുന്നതും പിന്മാറ്റമാണ്, സിഗരറ്റ് വലിക്കുന്നതും പിന്മാറ്റമാണ്, ചീത്ത പറയുന്നതും പിന്മാറ്റമാണ്, കാണാൻ പാടില്ലാത്ത പ്രോഗ്രാം കാണുന്നതും പിന്മാറ്റമാണ്. അതിനാണ് വചനം കേൾക്കുമ്പം നമുക്ക് കഴുകാനൊക്കെ. സെപ്റ്റംബർ 2-ാം തീയതി മുതൽ 11-ാം തീയതി വരെ 10 ദിവസം ഞാൻ ഉപവാസ പ്രാർത്ഥന ഇരിക്കുക. എന്തിനാണ്? എൻ്റെ ജീവിതത്തിനകത്ത് എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടോ എന്ന് അറിയാൻ, എൻ്റെ ജീവിതത്തിനകത്ത് ഞാൻ പിന്മാറിപ്പോയിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട്. അപ്പൊ നമുക്ക് ജീവിതം പരിശോധിക്കുവാൻ കഴിയണം. അടുത്ത ചോദ്യം, ഒരു ചോദ്യത്തിനൂടെ സമയം കാണും, 3 മിനിറ്റ് ഉണ്ടോ? ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റാൽ നമ്മൾ മരിച്ചു എന്നല്ലേ പറയുന്നത്? അപ്പോൾ ക്രിസ്ത്യാനികളെല്ലാം അങ്ങനെയല്ലേ ആവേണ്ടത്? ചോദ്യം മനസ്സിലായില്ല. ക്രിസ്തുവിനോട് ചേരാൻ നമ്മൾ സ്നാനമേറ്റു, അത് കഴിഞ്ഞ് വെച്ച് നമ്മൾ പുതുക്കത്തിൽ ജീവിക്കണം. പക്ഷേ ആ പുതുക്കത്തിൽ ജീവിക്കുമ്പോഴാണ് എപ്പോഴെങ്കിലും പിന്മാറ്റം ഉണ്ടായാൽ 2ാമത് സ്നാനപ്പെടേണ്ട ആവശ്യമില്ല. പിന്നെയോ ആ തീരുമാനം പുതുക്കി ജീവിച്ചാൽ മതി. അപ്പൊ നമ്മളെല്ലാവരും പുതുക്കത്തിൽ ജീവിക്കണം, കർത്താവിൻ്റെ ചെയ്തിട്ടുള്ള വാഗ്ദത്തത്തിന് ജീവിക്കണം. സ്നാനപ്പെട്ടാൽ മാത്രം പോരാ, സ്നാനപ്പെടണം. സ്നാനപ്പെടാത്തവർ സ്വർഗത്തിൽ പോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും പോകുമെന്ന് പറയും. രക്ഷിക്കപ്പെട്ടവരെല്ലാവരും പോകും. യോഹന്നാൻ 1:12. പക്ഷെ ദശാംശം കൊടുക്കാമെന്ന് പറയുന്നത് പോലെ വേറൊരു ഉപദേശമാണ് സ്നാനപ്പെടണം. പക്ഷെ സ്നാനപ്പെടാത്തവരും സ്വർഗത്തിൽ കാണും. പക്ഷെ സ്നാനപ്പെട്ടതിനകത്തെ പലരെയും നമ്മൾ കണ്ടില്ലെന്ന് വരും. ഞാൻ സ്നാനത്തെ താഴ്ത്തി പറയുകയല്ല, അല്ല അശേഷമല്ല. വേദപുസ്തകം പറയുന്നത് ഞാൻ മനസ്സിലാക്കിയത് പറയുകയാണ്. അതുകൊണ്ട് സ്നാനപ്പെട്ടവരുടെ പറയുകയാണ്, നിങ്ങൾ മാനസാന്തരത്തിന്റെ ഫലം കായ്ക്കുന്നവരായിരിക്കണം. ഭാര്യ അടിച്ചാൽ എന്തോ പ്രയോജനം? ചേട്ടൻ്റെ അടുക്ക മിണ്ടത്തില്ലെങ്കിൽ എന്തുവാ പ്രയോജനം? അയലത്തുകാരൻ്റെ അതിരി മാന്തുന്നെങ്കിൽ എന്താ പ്രയോജനം? കൈക്കൂലി വാങ്ങിക്കുന്നെങ്കിൽ എന്താണ് പ്രയോജനം? ഇല്ല. നമ്മൾ ആത്മാവിന്റെ പുതുക്കത്തിനകത്ത്, മാനസാന്തരത്തിന്റെ പുതുക്കത്തിനകത്ത് ജീവിക്കണം. സ്നാനപ്പെടാത്തവർ സ്നാനപ്പെടണം കേട്ടോ, സ്നാനപ്പെടണം. സ്നാനപ്പെട്ടാൽ മാത്രം പോരാ, ആത്മാവിന്റെ പുതുക്കത്തിനകത്ത് മാനസാന്തരത്തിന്റെ ഫലം കായ്ച്ച് ജീവിക്കണം. പ്രാർത്ഥിക്കാം. നല്ലവനായ എൻ്റെ കർത്താവേ, ഞാൻ ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ദൈവം അവരെ അനുഗ്രഹിക്കണമേ. ഞാൻ ഇന്ന് പറഞ്ഞത് കർത്താവെ, വചനത്തിൽ നിന്ന് പറഞ്ഞത് അവരനുസരിക്കുന്നവരായി തീരട്ടെ. 2ാമത്തെ കാര്യം കർത്താവെ, ഞാൻ വചനത്തിനകത്തുനിന്ന് എൻ്റെ ഉപദേശത്തിനകത്തുനിന്ന് വ്യക്തിപരമായ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞത് ആർക്കെങ്കിലും മനസ്സിലാകാതെ ഉണ്ടെങ്കിൽ വീണ്ടും ആ വിഷയം ചർച്ച ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണം. ഞാൻ പറഞ്ഞതിനകത്ത് എവിടെയെങ്കിലും തെറ്റാണെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അവരെന്നെ വിവരം അറിയിക്കട്ടെ. ഞാൻ പറഞ്ഞത്
പരിശോധിക്കുവാനുള്ള കൃപ എനിക്ക് തരണം. 2-ാം തീയതി മുതൽ ഞാൻ 10 ദിവസം ഉപവാസ പ്രാർത്ഥനയിലാണല്ലോ. എന്നോട് സംസാരിക്കണം. അവരെ അനുഗ്രഹിച്ചാട്ടെ. അവർ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ദൈവത്തിൻ്റെ കൃപയുണ്ടാകട്ടെ. ദൈവത്തിന് സമാധാനം ഉണ്ടാകട്ടെ. വയനാടിനോട് കരുണ ചെയ്യണം. കേരളത്തോട് കരുണ കാണിക്കണം. കർത്താവ്, ബാക്കിയുള്ള സ്റ്റേറ്റുകളിൽ വന്നതിനേക്കാൾ കൂടുതലാണ് കഷ്ടത വന്നിരിക്കുന്നത് കേരളത്തിൽ. ഇത് മാറ്റിയെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കണ്ണുനീര് കാണണമേ. ദൈവത്തിൻ്റെ അനുഗ്രഹം ഞങ്ങളുടെ ദേശത്തുണ്ടാകട്ടെ, കേരളത്തിനുണ്ടാകട്ടെ. അനുഗ്രഹം പ്രാപിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. അടുത്ത തിങ്കളാഴ്ച വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു. എല്ലാവർക്കും നന്ദി. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ലില്ലിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. അടുത്ത തിങ്കളാഴ്ച ഞങ്ങൾ വീട്ടിലെത്തും. ഹല്ലേലൂയ. 2-ാം തീയതി മുതലുള്ള ഉപവാസ പ്രാർത്ഥന ഞങ്ങൾക്ക് അനുഗ്രഹമായിരിക്കുവാൻ പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. തിങ്കളാഴ്ച വീണ്ടും കാണാം.